ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ലൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കാപ്പിയും ചായ കുടിക്കുന്ന ആ കപ്പാണ്. 2 പച്ചമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലുണ്ട്. കറിവേപ്പിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമുള്ള ഉപ്പ് വേണം, വെള്ളം വേണം. നമുക്ക് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. ഈ എടുത്ത് വെച്ച 2 പച്ചമുളക് അത് ഞാൻ ഈ മാവിലോട്ട് അരിഞ്ഞിടാൻ പോവാണ്. എടുത്ത് വെച്ചിരുന്ന ഉള്ളി ചെറുതായിട്ട് അരിയാണ്. ഞാനൊരു 5 ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടാം. അങ്ങനെ എല്ലാ ഉള്ളി നമുക്ക് അരിഞ്ഞിടാം. മുളകും ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇനി അതുപോലെ ഇഞ്ചിയും കുഞ്ഞു കുഞ്ഞായിട്ട് ഇതിലോട്ടേന്ന് അരിഞ്ഞിട്ട് വേണം. ഇനി കറിവേപ്പില നമുക്കൊന്ന് നുറുക്കിയിടാം. ആവശ്യത്തിന് ഉപ്പ്, മാവിന് വേണ്ടുന്ന ഉപ്പ്. നമുക്കിത് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇട്ട എല്ലാം കൂടെ മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. ഞാൻ ആ അളവിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് വേണ്ടി വരുമോ എന്നറിയില്ലല്ലോ, നോക്കണം. ഓരോ മാവിൻ്റെ അനുസരിച്ചിരിക്കും. കണ്ടോ ഈ അളവ്. ഇവിടെ നമ്മൾ കുറച്ച് മീൻ വേവിച്ച്, അതായത് മീനിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് പൊടിച്ച് വെച്ച മീനാണിത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ്. മുള്ളില്ലാത്ത മീനാണ് ഇത് നല്ലത്. അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചു, ഞാൻ കണ്ടോ നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, മുള്ളില്ലാത്ത മീൻ തന്നെ നോക്കിയെടുക്കണം. മുള്ളുള്ള മീൻ അഥവാ എടുക്കുകയാണെങ്കിലും മുള്ള് നോക്കണം. ഇനി ഇത് നമുക്ക് ഈ മാവിലോട്ട് ഞാൻ കുഴയ്ക്കാൻ പോവാണ്, കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ നടുക്ക് ഈ വേവിച്ച മീനുണ്ടല്ലോ, ഉപ്പും കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ച് പൊടിച്ച് വെച്ച മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. മുള്ളില്ലാത്ത മീൻ എടുക്കണം, ശ്രദ്ധിക്കണം അത് പ്രത്യേകം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഈ മാവും മീനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായി തുടങ്ങി. ഞാൻ അതിലോട്ട് എണ്ണ തേക്കുകയാണ്. ഈ മാവ് കുഴയ്ക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എണ്ണയൊക്കെ തേക്കാം. നമുക്കത് സ്പൂണിൽ കോരി എടുത്തിട്ട് സ്പൂണിലോ കൈകൊണ്ടൊക്കെ എടുക്കാം. ഇങ്ങനെ പരത്തി കൊടുക്കാം. വെള്ളം മുക്കി പരത്താൻ എളുപ്പമാവും, പെട്ടെന്നാവും. തീ കുറച്ച് കൊടുക്കണം, സിമ്മിലിടണം. മുളകൊക്കെ പൊട്ടിച്ചായി. നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച്
എണ്ണ ഇങ്ങനെ തളിച്ചു കൊടുക്കാം കുറച്ച്. ഇനി ഇത് മൂടി വയ്ക്കാം. മൂടി വേണം വേവിക്കാൻ. ഇത് വെന്തോന്ന് നോക്കാം. നല്ല മണം വന്നുണ്ട്. ഉള്ളിയൊക്കെ മുരിഞ്ഞപ്പം ഇതുവരെ മുരിച്ചെടുക്കണം. ഇനി വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു വശം വെന്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കാം. രണ്ട് വശം വെന്തിട്ടുണ്ട്. നമുക്കത് എടുത്തിടാം. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. സ്പൂൺ നനച്ചിട്ട് എടുക്കുകയാണ് എളുപ്പം. കട്ടി എത്ര വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. നമുക്ക് അനുസരിച്ച് ഇതിന് കട്ടി വേണം വേണ്ടതെന്ന് തീരുമാനിക്കാം. ചിലർക്ക് നല്ല കട്ടിയുള്ളതാണ് ഇഷ്ടം, കട്ടിയായിട്ടുണ്ടാക്കാം. നോക്കാം നമുക്ക്. അടുത്തത് രണ്ടാമത്തെയാണിത്. വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം നമുക്കുണ്ടാക്കാം. മറിച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഫിഷ് വീറ്റ് ഒരട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. കറിയുടെ ആവശ്യമില്ല അതിനെ കഴിക്കാൻ. ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇച്ചിരി കുരുമുളകുണ്ട്. മീനിൻ്റെ കൂടെ നമ്മൾ കുരുമുളകൊക്കെ ഇട്ടാണ് വെച്ചത്. അപ്പം മീൻ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, മുള്ളില്ലാത്ത മീൻ നോക്കി തന്നെ എടുക്കണം. നന്നായിട്ട് വെന്ത് മീൻ വേവിക്കുമ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. മീൻ വേവിക്കുമ്പോൾ ഉപ്പും കുരുമുളകും മഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അത് പൊടിച്ചെടുത്താൽ മതി. വെള്ളമില്ലാതെ തന്നെ അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് വേവിച്ച് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത്, കൈ കൊണ്ട് തന്നെ പൊടിക്കാമല്ലോ, പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കണം. നല്ല ഗുണമുള്ളതാണ്, സ്വാദുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് നന്ദി. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.